അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും നിസാമീസ് വ്ലോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ഈ ചാനൽ ഒരുപാട് നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി നമ്മളോടൊപ്പം ഒരു ഭാഗവാക്കാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ്റെ ചാരത്തേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ കാളിയാർ റോഡ് മഖാം. ഏവർക്കും പ്രസിദ്ധമായ ഒരുപാട് ഇപ്പോഴും നിരന്തരം കറാമത്തുകൾ വെളിവായിക്കൊണ്ടിരിക്കുന്ന കശ്ഫ് കറാമത്തുകൾക്ക് വലിയ ഉടമയായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മഖാമിൻ്റെ സമീപത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ വളരെ പ്രമുഖരായ ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഔലിയായിൻ്റെ പദവിയിലേക്ക് ഉയരുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. വലിയ പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ വലിയും കൂടിയാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ നിന്നുമാണ് മഹാനുഭാവൻ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവത്തിനു വേണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അന്ന് ഉസ്ബെക്കിസ്ഥാൻ വഴി പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തിയ മഹാനുഭാവൻ അന്നത്തെ ഏറ്റവും വലിയ വിശ്വപ്രസിദ്ധമായ 2 മഖാമുകളുണ്ട്. ഒന്ന് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ഗരീബ് നവാസ് ജിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്മീർ ദർഗാ ഷെരീഫ് സിയാറത്ത് ചെയ്തു. അതുപോലെ മറ്റൊരു ദർഗയാണ് ഹാജിമല, അവിടെയും സിയാറത്ത് ചെയ്ത് പിന്നീട് പൊന്നാനിയിലും അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠരുടെയൊക്കെ അടുത്ത് ചെല്ലുകയും അങ്ങനെ വേങ്ങര എന്ന സ്ഥലത്ത് താമസമാക്കുകയും ചെയ്തു. അതിനുശേഷം മഹാനവറുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടുന്ന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഔലിയാക്കന്മാരങ്ങനെയാണ്, സദാസമയവും അവർ അള്ളാഹു എന്ന ചിന്തയിലേക്ക് അവരുടെ ബുദ്ധി മറിയുകയും അങ്ങനെ ഇബാദത്തിന് വേണ്ടി അവർ തയ്യാറാകുകയും അതിനുവേണ്ടി ഖൽവത്തിലിരിക്കുകയും ഒഴിഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെ മഹാനുഭാവൻ തിരഞ്ഞെടുത്ത സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഈ കാളിയാർ റോഡിലാണ്. കാളിയാർ റോഡ് എന്ന് പറഞ്ഞാൽ കാളിയാർ റോഡിൻ്റെ തെക്ക് ഭാഗത്ത് എല്ലാവർക്കും അറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന വലിയൊരു മലയുണ്ട്. വിശ്വപ്രസിദ്ധമായ മലയാണ്. നമ്മുടെ ചെറിയ മക്കളൊക്കെ ട്രിപ്പിനും ടൂറിനൊക്കെ വരുന്ന തെന്മല. ആ തെന്മലയായിരുന്നു നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ. ആ തെന്മലയിലാണ് മഹാനുഭാവൻ ഇബാദത്തെടുത്തത്. അങ്ങനെ അവിടെ നിരന്തരം ഇബാദത്തായി കഴിഞ്ഞുകൂടി. മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കൽ അദ്ദേഹം താഴേക്കിറങ്ങും, അതായത് ഈ കാളിയാർ റോട്ടിലേക്ക് ഇറങ്ങും. ഇന്ന് അന്നത്തെ പോലത്തെ ഒരു ടാറ് വിരിച്ച റോഡ് സംവിധാനങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും വെള്ളം കുടിക്കാനും മറ്റൊക്കെ ആയിട്ട്. ഒരു ദിവസം ഇറങ്ങി വന്നപ്പോൾ ഒരു കർഷകനായ ഒരു മനുഷ്യനെ കണ്ടു. അയാളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം. ഇയാൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത മനുഷ്യനോട് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് വെള്ളം എടുത്തു തരാൻ ഇപ്പോൾ കുറച്ച് അസൗകര്യം ഉണ്ട്. കാരണം ഒന്ന്, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരൊക്കെ അസുഖം ബാധിച്ചിരിക്കുകയാണ്, അവർ രോഗികളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ വെള്ളം ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറം പോയി എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കെത്താൻ സമയം വഴുകും. അതുകൊണ്ടത് വലിയ പ്രയാസമാണ്. അതുപോലെ എനിക്ക് ഒരുപാട് കൃഷിയുണ്ട്. ഞാനിവിടുന്ന് പോയാൽ വന്യജീവികൾ വന്ന് നശിപ്പിക്കും. ഉടൻ തന്നെ മഹാനവറുകൾ പറഞ്ഞു, നിൻ്റെ കൃഷി ഒരാളും തന്നെ നശിപ്പിക്കില്ല, മാത്രമല്ല നിൻ്റെ ഭാര്യയുടെയും നിൻ്റെ മക്കളുടെയും അസുഖം ഞാൻ ശിഫയാക്കിയിരിക്കുന്നു, നീ ധൈര്യമായി പോയി വെള്ളം എടുത്തു വരാൻ പറഞ്ഞു. മഹാനുഭാവൻ്റെ വാക്കുകളിൽ അത്ഭുതനായ ഈ കർഷകൻ വേഗം ഉടൻ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുടിക്കാനുള്ള വെള്ളവുമായി തിരിച്ച് കടന്നു വരുന്ന സമയത്ത് മഹാനുഭാവൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അത് ലോകരെ മുഴുവനും, പ്രത്യേകിച്ച് ആ തൃശ്ശൂർ ജില്ലയെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി അള്ളാഹു തആല ചെയ്ത വലിയൊരു വഴിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആ കർഷകൻ അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. ഇങ്ങനെ ഇന്നാലൊരു മനുഷ്യൻ വെള്ളം ആവശ്യപ്പെട്ടു, തിരിച്ചു വന്നപ്പോൾ അയാൾ മരണപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്
കഫൻ ചെയ്യാൻ വേണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഒരു മരക്കഷ്ണം പോലെ, ഒരു മരം പോലെ, ഒരു ഉറച്ച പാറ പോലെ അവർക്കാർക്കും പൊക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകൾ പല ശ്രമം നടത്തി, പക്ഷെ പൊക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മഹാനുഭാവൻ അവിടെ തന്നെ വെച്ച് കഫൻ ചെയ്യുന്നു, അവിടെ തന്നെ മറമാടുന്നു. ആ സ്ഥലമാണ് ഇന്ന് നമ്മൾ അദ്ദേഹം മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കാളിയാറോഡ് മക്കാമ്. പിന്നീടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കസ്ഫ് കറാമത്തുകൾ വെളിവായിട്ടുണ്ട്. അന്ന് ദിവസം കർഷകൻ ഈ മഹാനുഭാവനെ ജനാസ സംസ്കരിച്ച് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിയെത്തുമ്പോൾ തൻ്റെ വീട്ടിലുള്ള ഭാര്യയും തൻ്റെ മക്കളുമൊക്കെ ആ സുഖബാധിതരിൽ നിന്നും രക്ഷപ്പെട്ട് പൂർണ്ണ ആഫിയത്തായിരാരോഗ്യം കൈവരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വല്ലാത്ത അജായിബ്, അത്ഭുതം തന്നെ. എന്നോട് വെള്ളം ചോദിച്ച ആ വ്യക്തി സാധാരണക്കാരൻ അല്ല, വല്ലാത്തൊരു വലിയ മനുഷ്യനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ നാട്ടിൽ മുഴുവൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ ആ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായ മഹാനുഭാവൻ മാറി. ആ നാട്ടിലുള്ള നാട്ടുകാർക്ക് എന്തു പ്രശ്നങ്ങൾ വന്നാലും മഹാനുഭാവൻ്റെ സന്നിധിയിൽ വന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി നേർച്ചയാക്കുകയും അത് ചെയ്യുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മാറുകയും ചെയ്യും. അങ്ങനെ ലോകം മുഴുവൻ അദ്ദേഹം അറിയാൻ തുടങ്ങുകയാണ്. ഒരിക്കലൊരു മനുഷ്യൻ, അയാൾ മരം മുറിച്ചുകൊണ്ട് മഹാനുഭാവൻ്റെ ഖബറിനരികിലൂടെ പോവുകയാണ്. തെന്മലയിൽ നിന്നും മരങ്ങൾ മുറിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആന മഹാനുഭാവൻ്റെ മക്ബറ എത്തിയപ്പോൾ ഒരൊറ്റ ചിഹ്നം വിളിക്കലും മുട്ടുകുത്തി അവിടെ ഇരുന്നു. ആന ചുമന്നുകൊണ്ടിരുന്ന തടിയൊക്കെ അവിടെ ഇട്ട് ആന എന്ത് ചെയ്തിട്ട് എണീക്കുന്നില്ല. ആനപ്പാപ്പാൻ പഠിച്ച ശ്രമങ്ങൾ മുഴുവനും പയറ്റി നോക്കി ആന ഒരു നിലക്കും അതേ മരങ്ങൾ ചുമക്കാൻ റെഡിയല്ല. മുട്ടുകുത്തി മഹാനുഭാവൻ്റെ ഖബറിനരികിൽ ഒരു ചെറിയ കുട്ടിയെപ്പോലെ ചിഹ്നം വിളിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആനപ്പാപ്പാന് വലിയ അത്ഭുതമായി. ഇയാളവിടെയൊക്കെ അന്വേഷിച്ചു. അപ്പം നാട്ടുകാർ പറഞ്ഞു, ഇന്നാലിനെ വലിയൊരു മഹാനാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്, അതുകൊണ്ട് അവരെ നിങ്ങൾ കീഴ്പ്പെടാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഉടൻ തന്നെ ആനപ്പാപ്പാൻ പറഞ്ഞു, അതേ, ഇവിടെ കിടക്കുന്ന നിങ്ങൾ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, നിങ്ങൾ സത്യത്തിൻ്റെ അഹലുകാരനാണ്, സത്യത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. എൻ്റെ ഈ ആനയെയും ഞങ്ങളെ കുടുംബത്തിനെയും സുരക്ഷിതമായൊന്ന് വീട്ടിലെത്തിക്കണം. അങ്ങ് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം തന്നെ, കൃത്യമായ കണക്ക് പറഞ്ഞാൽ 16 ഏക്കർ പണം ഞാൻ താങ്കൾക്ക് വേണ്ടി നൽകാമെന്ന് അവിടെ നിന്ന് സത്യം ചെയ്തു. അതോടുകൂടി ആന അവിടെ നിന്ന് എണീറ്റു, തടികൾ ചുമന്നു, സുരക്ഷിതമായവർ വീട്ടിൽ എത്തി. അങ്ങനെ അദ്ദേഹം കൊടുത്ത സ്ഥലവും അദ്ദേഹം കൊടുത്ത പണമൊക്കെ ഇന്നവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം അത്ര വലിയ കറാമത്തിൻ്റെ ഉടമ മാത്രമല്ല, അന്നേ ദിവസം മുതൽ സത്യത്തിൻ്റെ സ്ഥലം എന്ന ആ നാട് അറിയപ്പെട്ടു. എത്ര വലിയ കേസാണെങ്കിലും അവിടെ ചെന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അത് സത്യം ഇന്നതാണ്, അസത്യം ഇന്നതാണെന്ന് വേർതിരിക്കും. ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ കള്ളസത്യം ചെയ്തവരൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരാരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അയാൾ വന്നിട്ട് കള്ളസത്യം ചെയ്തു. അങ്ങനെ വീട്ടിലെത്തി മടങ്ങിയെത്തിയപ്പോൾ ഇയാൾക്ക് ഭ്രാന്ത് പിടിപെട്ട് അങ്ങനെ അയാൾ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു മനുഷ്യൻ, അയാൾ വന്നുകൊണ്ട് അവിടെ മരണപ്പെട്ട് കിടക്കുന്ന മഹാനുഭാവനെ വെല്ലുവിളിച്ചെന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയും ഒരു ചെറിയ കുളം. ആ കുളത്തിൽ നിന്ന് അയാൾ മീനെയൊക്കെ പിടിച്ച് തിന്നു. അങ്ങനെ തിന്ന് വീട്ടിലെത്തി. അതാ പിറ്റേ ദിവസം നോക്കുമ്പോൾ അയാളുടെ കഴുത്തിൽ പഴുപ്പ്, തൊണ്ടയിൽ പഴുപ്പ്, അങ്ങനെ പഴുപ്പ് വന്ന് അയാൾ മരണപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഒരിക്കൽ തെന്മലയിൽ നിന്നും
പള്ളി നിർമ്മാണത്തിന് വേണ്ടി മഹാനുഭാവൻ്റെ ചാരത്ത് പള്ളി പണിയുന്നതിന് വേണ്ടി മരം മുറിച്ച് കൊണ്ടുവന്ന് ആ മരം എല്ലാം അവിടെ തയ്യാർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതാ ഒറ്റയ്ക്ക് കൊടുക്കുകയാണ്. അയാൾ എന്തു ചെയ്തു? അയാൾ ചാരു എന്നു പേരുള്ള ഈ മനുഷ്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ, ഫോറസ്റ്റ് പോലീസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അനധികൃതമായി മരങ്ങൾ മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് അന്വേഷിക്കണം. അങ്ങനെ ഫോറസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഒരുപാട് മരങ്ങൾ കിടക്കുന്നു. അവർ ആ മരങ്ങളുമായി തിരിച്ച് അവരുടെ കസ്റ്റഡിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അന്നത്തെ രാത്രി അവിടെ ചെന്ന് ഈ പറഞ്ഞ ചാരുവും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കിടന്നുറങ്ങുന്ന സമയത്ത് ആരോ വന്ന് വടിക്കടിക്കുന്നു. വടിക്കടിച്ചിട്ട് പറയുന്നു, എൻ്റെ മരം കൊണ്ടുപോയി അവിടെ ഇടറാ, എൻ്റെ മരം കൊണ്ടുപോയി എടുത്തെടുത്ത് തന്നെ നിങ്ങൾ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല. അടി നിർത്തുന്നില്ല. അടി എവിടെ നോക്കാം, അടി നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷേ അടിക്കണ ആളെ ഒന്നും കാണുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവ് പുലരുമ്പോൾ ഈ പറഞ്ഞ ചാരുവും ഫോറസ്റ്റ് പോലീസിലെ ഓഫീസർമാരും കൂടി അതാ മഹാനുഭാവൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് സത്യം ചെയ്യുകയാണ്. അതേ, അങ്ങ് ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, അതുകൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ തങ്ങളെ. ഞങ്ങളിതാ ഇവിടെ നിന്ന് കൊണ്ടുപോയ മരങ്ങൾ മുഴുവനും അങ്ങയുടെ മുന്നിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. പിറ്റേന്ന് മുതൽ കാര്യങ്ങൾ ഓക്കെ ആയി. സന്തോഷത്തോടെ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ എത്രയോ കറാമത്തുകൾ, ഇപ്പോഴും എത്രയോ ആളുകളാണ് മഹാനുഭാവൻ്റെ ചാരത്ത് വന്ന് ദുആ ചെയ്ത് അവരുടെ ആഗ്രഹ സഫലീകരണം നടന്നു പോകുന്നത്. മാത്രമല്ല ഒരുപാട് കറാമത്തുകളുണ്ട്. വീട്ടിൽ പാമ്പിൻ്റെ ശല്യമുള്ളവരുണ്ടെങ്കിൽ അവിടത്തേക്ക് മുട്ട നേർച്ചയാക്കിയാൽ അത് മാറലുണ്ട്. അതുപോലെ മക്കളില്ലാത്ത ആളുകൾ, അവർക്ക് എത്രയോ വർഷങ്ങളായി മക്കളില്ലാത്തവർ, അവിടത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കിയപ്പോൾ അള്ളാഹു മക്കളെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പൈശാചിക സ്വറുകളുള്ളവർക്ക് അവിടെ അതാ ഒരു മണ്ണും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതിൽ അവിടെ ചെന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. അത് കുടിച്ചാൽ പല പൈശാചിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടലുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ കുതിരച്ചാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ്. അവിടെ കിടക്കുന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയൊരു വലിയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് കേരളക്കരയിലുള്ള മുഴുവൻ ആളുകളും മഹാനുഭാവനെ മനസ്സിലാക്കി അവിടുത്തെ ചാരത്ത് ചെല്ലണം, ഒന്ന് സിയാറത്ത് ചെയ്യണം. എത്ര മനോഹരമായ ഒരു പ്രകൃതിക്ക് പിന്നിലാണ്. തെന്മലയെന്ന് പറഞ്ഞ വലിയ ആ മലക്ക് പിന്നിൽ ഈ വലിയ മഹാൻ കിടന്നുറങ്ങുന്നു. ആ മലയേക്കാളും വലിയ ബഹറായ മലയായ വലിയ മഹാൻ, അവരുടെയൊക്കെ ചാരത്ത് ചെന്ന് ഒന്ന് ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തൃപ്തി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്കൂ, വലിയ വലിയ ഔലിയാക്കന്മാർ, അന്ന് ജീവിച്ചിരുന്ന മഹാനായ അമ്പംകുന്ന് ബീരാൻ ഔലിയ എത്ര വലിയ മഹാനാണ്. വരവൂരു പാപ്പയടക്കമുള്ള ഒരുപാട് ഔലിയാക്കന്മാരുടെയൊക്കെ ഉസ്താദായ വലിയ സൂഫി വര്യനായ വലിയാണ്. ആ അമ്പംകുന്ന് ബീരാൻ വലിയ പോലും, ഔലിയുപ്പാപ്പ പോലും പലപ്പോഴും പല സമയങ്ങളിലായിട്ട് ഈ മഹാനുഭാവൻ്റെ സന്നിധിയിൽ വരികയും ദുആ ചെയ്യുകയും കാളിയാറോട് മക്കാമിലെത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഉറങ്ങുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖാദിരിയാണ്. അങ്ങ് ബഗ്ദാദിൽ നിന്നും ഇൽമു പഠിച്ച് ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന് ഇന്ത്യയിൽ പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി എത്തിയ ആളാണ്. നിങ്ങൾ നോക്കൂ, അവിടെയുള്ള എല്ലാ ജാതി മത ഭേദമന്യ ആളുകൾക്കും അവിടുത്തെ ഉപ്പാപ്പ ഷെയ്ഖ് അവറുകൾ വളരെ പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിലുള്ള ആളുകൾ, അവർക്ക് മഹാനുഭാവൻ എന്ന് പറഞ്ഞാൽ വലിയ ജീവനാണ്. അവരെന്തും അവർക്ക് വേണ്ടി കൊടുക്കും. നിങ്ങൾ നോക്കൂ, ആ സ്ഥലം തന്നെ കൊടുത്തത് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ. അവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുപോയില്ലേ, അവരൊക്കെ ഇസ്ലാമിൻ്റെ അഹ്ലുകാരായി മാറിയില്ലേ. അതുകൊണ്ട് അവരുടെ ദഅവത്ത് എത്ര വലുതാണ്. അവരുടെ മരണശേഷവും എത്രയോ ആളുകളെയാണ് അവർ പരിശുദ്ധ ഇസ്ലാമിൽ ഹിദായത്തിലാക്കുന്നത്. നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കുന്നു, മോശമായവരെ നന്നാക്കുന്നു,
നന്നാക്കുന്നു. നന്നായി നടന്നവർ മോശമായപ്പോൾ വീണ്ടും അവരെ കൈപിടിച്ചുയർത്തുന്നു. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ അള്ളാഹുവിന് വസീലയാകുന്നു. ഇതൊക്കെ ചെയ്യുന്നത്, അതിനൊക്കെ അള്ളാഹു കഴിവ് കൊടുത്തത് ആ വലിയ വിലായത്തിൻ്റെ പദവിയിലേക്ക് എത്തിയത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മദദ് നമുക്ക് നൽകട്ടെ, അവരുടെ നുസ്രത്ത് നമുക്ക് നൽകട്ടെ, അവരുടെ റിളാ നമുക്ക് നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി നൽകട്ടെ.